ഈ രണ്ടു മുഖങ്ങളും നമ്മുടെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിച്ചു അല്ലേ? പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോയെയാണ് എനിക്ക് ഇവരെ കാണുമ്പോൾ ഓർമ്മ വന്നത്. എൻ്റെ ജീവിതത്തിലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ള ഒത്തിരി സിസ്റ്റേഴ്സിനെ ഞാനും കണ്ടിട്ടുണ്ട് ട്ടോ. ഇപ്പോഴെന്തിനാ ഇതൊക്കെ പറയണേന്നായിരിക്കുമല്ലേ ചിന്തിക്കണേ? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർക്ക് ഇത് രണ്ട് സിസ്റ്റേഴ്സിനുള്ളതാണ്. ജപമാലയിലൂടെ നാം ശാന്തമായി ധ്യാനിക്കുന്ന നമ്മുടെ പരിശുദ്ധ അമ്മയും രണ്ട് കുഞ്ഞു മാലാഖമാരും അടങ്ങുന്ന ബെഡ്ഷീറ്റിന്റെ വർക്കാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് ഷീജ അവളുടെ പ്രിയപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സിന് നൽകുന്ന സമ്മാനമാണിത്. ആവേ മരിയ. പരിശുദ്ധ അമ്മയുടെ കൂടി ആയിരിക്കട്ടെ ഈ ബെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നവർ. കുഞ്ഞു മാലാഖയെ ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കുമ്പോൾ മനസ്സിന് ഭയങ്കര കുളിരായിരുന്നു. ഒത്തിരി ഇഷ്ടത്തോടും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് കേട്ടോ ഈ വർക്ക് ഞാൻ ചെയ്തത്. ഈ കുഞ്ഞു മാലാഖമാരെ ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞു മക്കളെയാട്ടോ എനിക്ക് ഓർമ്മ വന്നത്. എനിക്കുണ്ടല്ലോ 4 മാലാഖ കുഞ്ഞുങ്ങൾ. പില്ലോയിൽ ചെയ്തത് ഓരോ റോസാപ്പൂക്കളാണേ. അങ്ങനെ റോസാപ്പൂക്കളുടെ അകമ്പടിയോടുകൂടി പരിശുദ്ധയമ്മയും ഈ 2 മാലാഖ കുഞ്ഞുങ്ങളും കൂടെ പാക്കിങ്ങിന് വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ എല്ലാം ചെക്ക് ചെയ്ത് കൃത്യമായി എല്ലാം പരിശോധിച്ചതിന് ശേഷം കൊറിയർ ചെയ്യാൻ വേണ്ടി പോകാനുള്ള ഒരുക്കത്തിലാണ്. ഈ റോസാപ്പൂക്കളും എൻ്റെ കുഞ്ഞു മാലാഖമാരും പരിശുദ്ധ അമ്മയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.